ജോണേട്ടാ, നമ്മുടെ CPM നല്ല ഒന്നൊന്നര പൊട്ടലാണ് പൊട്ടിയത്. നല്ല അസാധ്യമായ പൊട്ടൽ. 8 സീറ്റ് കിട്ടും, 10 സീറ്റ് കിട്ടും, 12 സീറ്റ് കിട്ടും എന്നൊക്കെ പറഞ്ഞെങ്കിലും ഒരു സീറ്റിലാണ് ഒതുങ്ങിയത്. അത് രമ്യ ഹരിദാസ് ഒന്ന് ആഞ്ഞു പിടിച്ചെങ്കിൽ അതും കിട്ടിയേനെ. കാരണം അവിടെ വെറും 20,000 ഭൂരിപക്ഷത്തിലാണ് രാധാകൃഷ്ണൻ ജയിച്ചത്. അപ്പോൾ വലിയ നാണക്കേടായിപ്പോയി പാർട്ടിക്ക്. ഇതിലും വലിയ നാണക്കേട് എന്ന് പറഞ്ഞാൽ പാർട്ടിക്ക് BJP ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഒരു സീറ്റും തുറന്നു, അവരുടെ വോട്ട് ഷെയറും കൂടി. 11 നിയമസഭാ മണ്ഡലങ്ങളിൽ അവർ ഒന്നാം സ്ഥാനത്തെത്തി നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ വേറൊരു നാണക്കേട്, ഒരു ലോഡ് നാണക്കേടാണ് കേട്ടോ. കെ ശൈലജ തോറ്റുപോയി. കെ ശൈലജ അവിടെ വെറും തോൽവിയല്ല, നല്ല ഫസ്റ്റ് ക്ലാസ് തോൽവി. 1,14,000 വോട്ടിനാണ് അവിടെ ഷാഫി പറമ്പിൽ ജയിച്ചത്. അപ്പോൾ ശൈലജ ഇനി എങ്ങോട്ടെങ്കിലും ഒന്ന് അക്കോമഡേറ്റ് ചെയ്യണം. ഇപ്പോൾ ദേവസ്വം ബോർഡ് ഇപ്പോൾ രാധാകൃഷ്ണൻ ഇല്ലല്ലോ, MP ആയി പോയി. അപ്പോൾ ശൈലജയെ അതിലോട്ട് കയറ്റാം എന്നാണ് ഒരു നീക്കം നടക്കുന്നത് എന്നൊരു വാർത്ത വരുന്നു. അപ്പോൾ പറയുന്നു ശൈലജയല്ല, സച്ചിൻ ദേവിനെയാണ് ഇവിടെ കയറ്റാൻ പോകുന്നത്. എങ്കിലും ശൈലജയ്ക്ക് എവിടെയെങ്കിലും ഒരു മന്ത്രിസ്ഥാനം വീണ്ടും കൊടുക്കണം എന്ന് പറയുന്നു. ഇപ്പം മൊത്തത്തിൽ ഇമേജ് തകർന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് ഈ മന്ത്രിസഭാ പുനഃസംഘടന ഉണ്ടാകും എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നു. പുനഃസംഘടനയാണോ ഉണ്ടാകുന്നത്, അതേ മന്ത്രിസഭാ വിപുലീകരണമാണോ ഉണ്ടാകുന്നത്? എന്താ തോന്നുന്നത്? അത് പ്രധാനപ്പെട്ട കാര്യം, രാധാകൃഷ്ണൻ MP ആയതിനു ശേഷം മന്ത്രിസ്ഥാനം ഒഴിവ് വരുന്നുണ്ട്. അപ്പം സച്ചിൻ ദേവോ അല്ലെങ്കിൽ കേളു, ഇവർ രണ്ടിൽ ആരെങ്കിലും ഒരാൾ മന്ത്രിയാകും. അദ്ദേഹം വഹിച്ചിരുന്ന ആ വകുപ്പ് തന്നെ ആകണം എന്നില്ല, പക്ഷേ ആ വിഭാഗത്തിൽ നിന്നൊരാൾ എന്നുള്ള രീതിയിൽ ഒരു പരിഗണന കിട്ടും. അത് സച്ചിൻ ദേവിൻ്റെ പേര് നമ്മൾ നേരത്തെ ചർച്ച ചെയ്യുന്നുണ്ട്. ധനുഷ് എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു ചർച്ചയിലുണ്ടായിരുന്നു തോന്നുന്നു. സച്ചിൻ ദേവ് ആകത്തില്ല എന്നുള്ള രീതിയിൽ ഒരു ചർച്ചയുണ്ടായിരുന്നു. പിന്നെ ഉള്ളത് കേളുവാണ്. മിക്കവാറും സാധ്യത കേളുവിനാണ് സാധ്യത എന്നുള്ള രീതിയിൽ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അടുത്തത് ഈ ശൈലജ ടീച്ചറുടെ കാര്യമാണ്. ശൈലജ ടീച്ചർ കഴിഞ്ഞ മന്ത്രിസഭയിൽ, പിണറായി മന്ത്രിസഭയിൽ ഏറ്റവും ജനകീയമായിട്ടുള്ള ഒരു മന്ത്രിയായിരുന്നു കെ ശൈലജ. അവർ മന്ത്രിയാകാതെ പോയതിലൊക്കെ ആളുകൾക്ക് വലിയ ഖേദവും, സോഷ്യൽ മീഡിയയിലടക്കം തെരഞ്ഞെടുപ്പിന് ശേഷം പുതിയ മന്ത്രിസഭ 64,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമായിരുന്നു. ഒരുപക്ഷെ ഭാവി മുഖ്യമന്ത്രി എന്ന് പോലും വിശേഷിപ്പിക്കപ്പെടുന്ന തരത്തിലേക്ക് അവരെ ഇമേജ് ഉയർന്നുപോയി. അപ്പോൾ അവർക്ക് അവാർഡ് കിട്ടിയത് പോലും പാർട്ടി ഇടപെട്ടിട്ട് മക്സസ് അവാർഡ് വാങ്ങിക്കേണ്ട എന്നൊക്കെ പറയുന്ന തരത്തിലേക്കൊക്കെ മാറി. അവരെ വടകരയിൽ അവർ മത്സരിച്ചു. അവർ വലിയ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെട്ടു. അതുമാത്രമല്ല, ഇടതുപക്ഷത്തിന് പൊതുവെ CPM-ന് വലിയ തിരിച്ചടി നേരിട്ടിരിക്കുന്ന ഒരു സമയമാണ്. ഈ മന്ത്രിസഭയിലെ പല ആളുകളുടെയും പ്രവർത്തന മികവ്. അപ്പോൾ ഇന്നലെ സുധാകരൻ്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. G. സുധാകരൻ തന്നെ പറഞ്ഞു, ആദ്യത്തെ പിണറായി മന്ത്രിസഭയായിരുന്നു മികച്ചത്, ഇപ്പോൾ ഉള്ള പലരും പോരാ എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ ഒരു ചർച്ച പാർട്ടിയിൽ ഉരുത്തിരിഞ്ഞ് വന്നാൽ നമുക്കിത് ഉടച്ചു വാർക്കണം, അടുത്ത തെരഞ്ഞെടുപ്പിൽ തിരികെ പിടിക്കണം, നിലനിർത്തണം എന്നൊക്കെ ഒരു ചിന്ത എനിക്ക് തോന്നുന്നു സ്വാഭാവികം. പോളിറ്റ് ബ്യൂറോ പോലും നേരത്തെ അങ്ങനെയല്ല, ഇപ്പോൾ കൃത്യമായി കർശനമായി പറഞ്ഞിരിക്കുകയാണ്, ആഴത്തിൽ പഠിക്കണം, മാറ്റം ഉണ്ടാകണം, തിരുത്തൽ വേണം എന്നൊക്കെ പോളിറ്റ് ബ്യൂറോ പോലും പറയുകയാണ്. പിന്നെ പലയിടങ്ങളിൽ നിന്ന് P. ജയരാജൻ പറയുന്നു നമ്മൾ തിരുത്തണം എന്ന് പറയുന്നു, സുധാകരൻ പറയുന്നു. ഇങ്ങനെ പല ആളുകളും, എനിക്ക് തോന്നുന്നു ഈ പത്തനംതിട്ടയിലോ മറ്റോ ഒരു ഏരിയ കമ്മിറ്റി അംഗം പോസ്റ്റ് ഇടുന്നു, എന്നിട്ട് അയാൾ അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. CPM-ന്റെ ആരാന്നറിയില്ല, ഒരു കൂട്ടം ഏരിയ കമ്മിറ്റിയോ ലോക്കൽ കമ്മിറ്റിയോ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്ന് പറഞ്ഞ് വലിയ രീതിയിലുള്ളൊരു പോസ്റ്റ് ഇടുന്നു. അപ്പം ഇത് മുമ്പ് കണ്ടിട്ടില്ലാത്തതാണ്. പല സ്ഥലത്തും പൊട്ടിത്തെറി ഉണ്ടാകുന്നു. ഇങ്ങനെ ഒരു വലിയ തോൽവി അവരാരും പ്രതീക്ഷിച്ചതല്ല. അല്ല, 19 തോറ്റു, തുടർ തോൽവിയായി. അല്ല, ആ തോൽവി ഒരുപക്ഷെ അത്രയും വിചാരിച്ചിട്ടുണ്ടാവില്ല. ഇങ്ങനെ വരുമ്പോൾ ഈ പഴി മുഴുവൻ മുഖ്യമന്ത്രിക്ക് വരുന്നു, ആ മന്ത്രിസഭാംഗങ്ങൾക്ക് വരുന്നു. പക്ഷെ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, നിങ്ങൾ എങ്ങോട്ടേക്ക് വരണ്ട, ഞാൻ രാജിവെക്കില്ല എന്ന് മാത്രമല്ല, ഞാൻ എന്താ രാജിവെക്കാന്ന് ചോദിച്ചാൽ ഞാൻ BJP ജയിച്ചതിൽ വിഷണ്ണ ഞാൻ ഇരിക്കണം, അതുകൊണ്ട് ഞാൻ രാജിവെക്കില്ല. അതിനകത്ത് ഈ മന്ത്രിസഭ അപ്പോൾ ഒരു പണ്ടേ ഈ ചില കൊച്ചു പിള്ളേരൊക്കെ ടെക്നിക്ക് ഉപയോഗിക്കും. അതായത് ഈ 5ാം ക്ലാസ്സിൽ 10ാം ക്ലാസ് വരെ ഉണ്ടല്ലോ, ഈ യൂണിറ്റ് ടെസ്റ്റ് ഉണ്ട്, അത് കഴിഞ്ഞിട്ടാണ് മെയിൻ ടെസ്റ്റ് വരുന്നത്. ഇപ്പൊ ഈ ക്രിസ്മസ് പരീക്ഷയ്ക്ക് മുമ്പേ ഒരു യൂണിറ്റ് ടെസ്റ്റ് ഉണ്ട്. ഈ യൂണിറ്റ് ടെസ്റ്റിൽ 8 നിലയെ പൊട്ടും. 8 നിലയെ പൊട്ടുമ്പോൾ അച്ഛൻ്റെ അമ്മേനെ അടി കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താണ് നീ പൊട്ടിയത് എന്ന് ചോദിക്കുമ്പോൾ വളരെ ഭയങ്കര ദേഷ്യത്തിൽ പറയും, ആ പൊട്ടിയാൽ ഞാൻ വിഷമിച്ചിരിക്കുകയാണ്, എന്നെ ഒന്നും പറയുന്നത്, ഞാൻ ക്രിസ്മസ് പരീക്ഷയ്ക്ക് പഠിക്കാനുള്ള തയ്യാറുണ്ട്. അതുപോലെയാണ് പറയുന്നത്, ഞാൻ രാജിവെക്കില്ല, ഞാൻ BJP താഴെ ഇറക്കിയിട്ട് രാജിവെക്കും എന്ന് പറയുമ്പോൾ അതാണ്. അപ്പോൾ ഇതിനകത്ത് വരുന്നത് ഇനിയിപ്പോൾ ഒരുപക്ഷെ അവർ ചിന്തിക്കാൻ പോകുന്നത് ആ ഇമേജ് തിരികെ പിടിക്കണം. അപ്പോൾ നിലവിലുള്ള പലരെയും മാറ്റിയിട്ട് ശൈലജയെ പോലെ ഒരാളെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ല നീക്കമാണ്. ഒരു നല്ല നീക്കമായിട്ട് ചിലപ്പോൾ ചെയ്തേക്കാം. മന്ത്രിസഭയിലേക്ക് ശൈലജ വന്നേക്കാം. രാധാകൃഷ്ണന്റെ ഒഴിവിലേക്ക് സ്വാഭാവികമായിട്ടും സച്ചിൻ ദേവോ പിണറായി യുഗം അവസാനിക്കുമോ?
പിണറായി യുഗം അവസാനിക്കുന്ന പറയത്തില്ല, പക്ഷെ ഭാവി മുന്നിൽ കണ്ട് ഇപ്പൊ നമ്മൾ അല്ല നോക്കുമ്പോൾ ഇപ്പോഴുള്ള പാർട്ടിയെ മുഴുവനായിട്ടും കൈപ്പിടിയിലാക്കി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന പിണറായി ആണല്ലോ. പിണറായിയുടെ വാക്കിന് മറുവാക്കില്ല. ആ ഒരു കാര്യത്തിൽ ഒരു തീരുമാനം ആയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ല, അത് ഈ നിങ്ങൾക്കൊരു തോൽവി ഉണ്ടാകുമ്പോഴാണ് അതുവരെ നമ്മളെ സാറേ ചേട്ടാന്നൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, നിങ്ങൾക്കൊരു പരാജയം ഉണ്ടാകട്ടെ, ആ സമയത്ത് ആളുകളുടെ അതുവരെ മാറ്റി വിളിക്കും. അപ്പോൾ എന്നത് പറഞ്ഞ പോലെയാണ് അത് CPM-നെ സംബന്ധിച്ച് വലിയ പരാജയമാണ്. അപ്പം അതിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അവരത് ചെയ്യും. നിയമസഭയിൽ എന്താ കഴിഞ്ഞ നമ്മുടെ 2019 തോൽവി ഉണ്ടായപ്പോൾ നിയമസഭ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. നിയമസഭയിൽ വലിയ വിജയം ഉണ്ടായി 99. പക്ഷെ ഇത്തവണത്തെ തോൽവി എന്ന് പറഞ്ഞാൽ നിയമസഭയിൽ പോലും 20 സീറ്റേ ഉള്ളൂ. നിയമസഭ ഇപ്പം ഈ അന്നും ആ രീതിയിലാണ് കണക്ക്. നിയമസഭയിൽ എനിക്ക് തോന്നുന്നു അന്ന് UDF-ന് 99 100 അങ്ങനെ ഒരു വലിയ കണക്ക് വന്നു. അതെ. അപ്പൊ ലോക്സഭയിൽ ഇപ്പൊ തോറ്റിരിക്കുന്ന തോൽവി എടുത്തു കഴിഞ്ഞാൽ BJP 11 സീറ്റിൽ 11 നിയമസഭാ മണ്ഡലങ്ങൾ ലീഡ് ചെയ്യുന്നു. CPM 20 സീറ്റിലേ ഉള്ളൂ. UDF 109 സീറ്റിൽ ലീഡ് ചെയ്യാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു UDF തരംഗമാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ നിയമസഭ വരികയാണ്. അപ്പോൾ ഒന്നര വർഷം കൂടെ ഉള്ളൂ പിണറായി വിജയൻ. 2 വർഷം കൂടെ ഉള്ളൂ പിണറായി വിജയൻ. അതിൻ്റെ ഇടയ്ക്ക് പുള്ളി എന്താണ് കാണിക്കാൻ പോകുന്ന മാജിക്? പിണറായി വിജയൻ എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന പോലെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരാളല്ല. നമ്മുടെ പ്രശാന്ത് ഏട്ടൻ പറയുന്ന പോലല്ലേ, നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരാളല്ല. അദ്ദേഹം ഈ പറഞ്ഞതുപോലെ അടിത്തട്ടിൽ നിന്ന് കയറി വന്ന ഒരാളാണ്. അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം എന്ത് ചെയ്യണം, എന്ത് ചെയ്താൽ ജനങ്ങൾ കൂടെ നിൽക്കും. ഒരുപക്ഷെ അദ്ദേഹം നമ്മളീ പുറമേ പറയുന്നു അദ്ദേഹം ഇങ്ങനെ തന്നെ ആയിരിക്കും എന്നൊക്കെ പറയുന്നെങ്കിലും ചിന്തിക്കുന്നെങ്കിലും അങ്ങനെ ആകാൻ സാധ്യതയില്ല. അദ്ദേഹം കൃത്യമായിട്ട് ഇനി LDF-ന് വോട്ട് ചോർച്ച ഉണ്ടാകാതെ ഇരിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് അദ്ദേഹം ഇനി അങ്ങോട്ട് ഇതുവരെ ചെയ്തു വെച്ച കാര്യങ്ങളൊന്നും ചെയ്യാതിരുന്നാൽ മതി. ഇതുവരെ പറഞ്ഞല്ലോ കാര്യങ്ങൾ ക്ഷേമ പെൻഷൻ ഇല്ലായിരുന്നു. ആ നവകേരള സദസ്സൊക്കെ എന്തോ ഡാമേജ് ആണ് നമ്മുടെ വരുത്തി വെച്ചത് അല്ലേ? നവകേരള സദസ്സ് കൊണ്ട് അവരുദ്ദേശിച്ച യഥാർത്ഥത്തിൽ പാർട്ടി സംവിധാനത്തെ ഒന്നാകെ ഉണർത്തുക എന്നുള്ളതാണ്. ഇലക്ഷന് മുമ്പായിട്ട് അത് ഇപ്പോൾ ഗവൺമെൻറ്റിന് അല്ലാതെ പ്രചാരണത്തിൽ ഏർപ്പെടാം. ഇപ്പോൾ ബാക്കിയുള്ളവർക്ക് കേരള യാത്ര നടത്താം, അല്ലെങ്കിൽ അങ്ങനെയുള്ള യാത്രകളൊക്കെ BJP-ക്കും കോൺഗ്രസിനും മുസ്ലിം ലീഗിനും ഒക്കെ നടത്താം. പക്ഷേ ഈ ഭരിക്കുന്ന പാർട്ടി എന്ത് യാത്ര നടത്തും? അപ്പോൾ അതിനാണ് ഈ നവകേരള സദസ്സ് വെച്ചിട്ട് അപ്പോൾ ഈ ആളുകൾ മുഴുവൻ പാർട്ടി LDF സംവിധാനം മുഴുവൻ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചു. പക്ഷെ അത് വോട്ടായില്ല എന്നുള്ളത് മറ്റൊരു സത്യം. അതെ, അത് പലയിടങ്ങളിലും അത് ജനങ്ങളുടെ ഒരു അതൃപ്തി ഉണ്ടാക്കുന്ന തരത്തിലേക്കൊക്കെ പോയത്. നവകേരള സദസ്സ് പെൻഷൻ മുടങ്ങിയത്, കറണ്ട് ബില്ല് കൂടുന്നത്, കറണ്ട് പൊതുജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന കാര്യമല്ലേ? പിന്നെ കേന്ദ്ര സർക്കാർ പെട്രോൾ വില കുറയ്ക്കണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ പിണറായി സർക്കാർ 2 രൂപ പെട്രോൾ വില കൂട്ടുന്നത്, പിന്നെ ഈ കിറ്റ് കൊടുത്ത് നിർത്തിയത്, പിന്നീട് കിറ്റ് കൊടുക്കുന്നില്ല. പിന്നെ നരേന്ദ്രമോദി ഭാരത് റൈസ് കൊടുത്തപ്പോഴല്ലേ പിന്നെ K റൈസ് എന്ന് പറഞ്ഞ ആന്ധ്രയിൽ നിന്ന് കടം വാങ്ങിച്ചു കൊണ്ടുവന്ന് കിറ്റ് കൊടുത്തത്. ഉച്ചക്കഞ്ഞി മുടങ്ങി സ്കൂളിൽ, പിന്നെ കുടുംബശ്രീ ഹോട്ടലുകൾ പൂട്ടി. എല്ലാം ഓരോരോ കാര്യങ്ങളായിട്ട് മുടങ്ങി പോവുക. കാശ് വേണ്ടേ? കേന്ദ്രം കൊടുക്കുന്നില്ല. നമുക്ക് ഒത്തിരി സ്വപ്നങ്ങളുണ്ട്, പക്ഷെ 10 രൂപ വണ്ടിക്കൂലി എടുക്കാനില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ പിന്നെ ഈ സർക്കാർ മാറുന്നല്ലേ ചേട്ടാ നല്ലത്. അതല്ല, ഈ തിരിച്ചടി ഉണ്ടാകുമ്പോൾ അതിനകത്തുനിന്ന് ഇവരെ കൊണ്ട് സമരം ചെയ്യാൻ കൊള്ളാം. അതാണ് എൻ്റെ ഒരു മോശം മുഖ്യമന്ത്രിയല്ല ഒരിക്കലും. കാരണം ഒരുപാട് കാര്യങ്ങൾ കുറച്ചുകൂടെ പ്രായോഗിക മതിയായ ഒരു മുഖ്യമന്ത്രിയാണ്. അത് മാത്രമല്ല, രണ്ടാമത്തെ കാര്യം, ഈ TP ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടതിന് ശേഷം ഒരുപക്ഷെ ഈ പാർട്ടി ഒന്നാകെ ഇവിടെ തകർന്നു പോയേനെ. ഈ പാർട്ടിയെ ഇന്നത്തെ രൂപത്തിൽ ഈ പാർട്ടി ഇപ്പോഴും ഉണ്ട്. ആ പാർട്ടിയെ നിലനിർത്തിയത് പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു പാർട്ടി സെക്രട്ടറിയാണ്. അയാളുടെ രീതികളും ശരീരഭാഷയും ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. പാർട്ടി സെക്രട്ടറി എന്ന രീതിയിൽ പിണറായി വിജയൻ 100-ൽ 100 ഞാൻ കൊടുക്കും. പിന്നെ തീർച്ചയായിട്ടും മുഖ്യമന്ത്രി എന്ന നിലയിലാണ് പിണറായി വൈദ്യുതി മന്ത്രിയായിരുന്നപ്പോൾ നല്ല മന്ത്രിയായിരുന്നു. അന്ന് ഈ VS ആണ് ഇദ്ദേഹത്തിനെ സെക്രട്ടറി ആക്കാൻ തീരുമാനിക്കുന്നത്. VS ഒന്ന് ശക്തനായിട്ട് നിൽക്കും. VS-ന്റെ സ്വന്തം ആളായിരുന്നു പിണറായി. അപ്പോൾ അന്ന് നയനാര് VS-നോട് ചോദിച്ചു, അദ്ദേഹം കൊണ്ടുപോകണോ, നമുക്ക് നല്ലൊരു മന്ത്രിയെ നഷ്ടപ്പെടും എന്ന്. നയനാർ എന്ന മുഖ്യമന്ത്രിയാണ്. അപ്പോൾ അങ്ങനെ ചോദിച്ച നയനാർ പിന്നീട് VS-ഉമായിട്ട് ചരിത്രമാണ്. വിഭാഗീയത ഉണ്ടാകുന്നു, പ്രശ്നങ്ങളുണ്ടാകുന്നു. ഇപ്പോഴും അതെ, ഇപ്പോഴും അങ്ങനെ നിൽക്കുന്നത്. ഇദ്ദേഹം നല്ല അഡ്മിനിസ്ട്രേറ്ററാണ്. ഒരു കാര്യം ഇപ്പോൾ നിങ്ങൾക്ക് കൊടുക്കുകയാണ്, 7 മണിക്കകം, അങ്ങനെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഒരു ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞാൽ കൃത്യസമയത്ത് ആ സാധനം ചെയ്തു തീർക്കണം. അതായത് നമ്മളെ ഓഫീസിൽ എങ്ങനെയാണോ ജോലി ചെയ്യുമ്പോൾ നമുക്കൊരു അസൈൻമെൻറ്റ് തരും, നമ്മളത് കൃത്യമായി ചെയ്യുന്നത് പോലെ ആ ഉദ്യോഗസ്ഥനും അത് ചെയ്തിരിക്കണം. അപ്പോൾ അദ്ദേഹത്തെ പേടിയാണ്. അദ്ദേഹത്തെ സ്വാഭാവികമായിട്ട് ആളുകൾക്കൊരു പേടിയുണ്ടല്ലോ. ആ പേടി പക്ഷെ അത് ഗുണമാണോ ദോഷമാണോ എന്നുള്ളത്
കാലം തെളിയിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷേ ഇവിടെ നമ്മൾ വരുമ്പം ശൈലജ ടീച്ചറെ പോലെ ഇമേജ് ഉള്ള ഒരാൾ, ആ ഇമേജ് ഉള്ള ആളുകളെ മന്ത്രിസഭയിലേക്ക് എടുത്താൽ ഒരുപക്ഷെ നമ്മളിപ്പോൾ ചിന്തിക്കും അവരിനി അവർ മുഖ്യമന്ത്രി ആയിക്കൂടാകുകയും ഇല്ല. ശൈലജ ടീച്ചർ മുഖ്യമന്ത്രി ആവാം. ഞാൻ പറയട്ടെ, ഇപ്പൊ നിൽക്കുന്ന ഈ ഒരു പരാജയത്തിന്റെ പടുകുഴിയിൽ നിന്നും പാർട്ടിക്ക് ഉയർന്നു വരാൻ പറ്റിയ ഏക മാർഗം ശൈലജ എന്ന് പറയുന്ന സ്ത്രീയെ മുഖ്യമന്ത്രി ഞങ്ങൾ പ്രഖ്യാപിച്ച് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് നേരിടുക. പണ്ടെന്ന് പറഞ്ഞാൽ ഈ മന്ത്രിസഭകൾ, അതിപ്പോൾ LDF ആയാലും UDF ആയാലും, ആ മന്ത്രിസഭയിലെല്ലാം ഉന്നത നേതാക്കന്മാർ അല്ലെങ്കിൽ പയറ്റി തെളിഞ്ഞ ആളുകളാണ് മന്ത്രിസഭാ അംഗങ്ങൾ. ഇപ്പം CPM-ന്റെ മന്ത്രിമാരെന്ന് എത്രയോ ആളുകൾ പ്രഗത്ഭ, KR ഗൗരിയമ്മ, TK രാമകൃഷ്ണൻ, ഇങ്ങനെ പറയുന്ന T ശിവദാസ മേനോൻ, ഇങ്ങനെ പ്രഗത്ഭരായിട്ടുള്ള ആളുകളാണ് മന്ത്രിസഭ ഭരണപരിചയമുള്ള നേതൃമികവുള്ള ആളുകളാണ് വരുന്നത്. CPI-യുടെ എടുത്താലും അങ്ങനെയുള്ള ആളുകളാണ് വരുന്നത്. ഇത്തവണ പക്ഷേ അത് അമ്പെ പരാജയപ്പെട്ടു പോയി എന്നുള്ളത്. അതുകൊണ്ടാണ് G. സുധാകരൻ പറയേണ്ടി വന്നത് കഴിഞ്ഞ മന്ത്രിസഭയിലെ അംഗങ്ങളാണ് മികച്ചത്, ആദ്യത്തെ പിണറായി സർക്കാരിലെ മികച്ച മന്ത്രിമാരായിരുന്നു. ഇത്തവണ അതില്ല. ആർക്കും അങ്ങനെ ഒരു മികവ് പറയാനോ നേട്ടം പറയാനോ ഇല്ലാത്ത തരത്തിലേക്ക് ചുരുക്കം ആളുകൾ ഒഴിച്ച്, ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ K. രാജൻ്റെ പേര് വേണമെങ്കിൽ, CPI-യുടെ മന്ത്രി K. രാജൻ്റെ പേര് പറയാം. ഇപ്പോൾ മന്ത്രിസഭയിലേക്ക് വന്ന ഗണേഷ് കുമാറിൻ്റെ പേര് പറയാം. അദ്ദേഹത്തിന് ഒത്തിരി കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്. പക്ഷേ എവിടേക്കോ അദ്ദേഹത്തിന് ചില UDF മന്ത്രിസഭയിൽ ഇരുന്നിട്ട് അദ്ദേഹം ചെയ്തതുപോലെ ഒരു പെർഫോമൻസിൽ അദ്ദേഹത്തിന് ഗണേഷ് കുമാറിന്റെ വകുപ്പ് പക്കയാണ്. നല്ല മന്ത്രിയാണ്. ഗണേഷ് കുമാർ ചെയ്യുന്ന കാര്യങ്ങളും പറയുന്ന കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. പക്ഷേ ഗണേഷ് കുമാറിന്റെ പിറകിൽ ഈ CPM-ന്റെ ചങ്ങല ഉള്ളതാണ്. അതെ, അവിടെ അദ്ദേഹത്തിനൊരു കൊളുത്ത് എവിടെയോ അദ്ദേഹത്തിന് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് പല കാര്യങ്ങളിലും അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റാതെ, മറ്റേ സ്വതന്ത്രമായിട്ട് അദ്ദേഹത്തിന് അവിടെ ചോദിക്കാനും പറയാനും ആളില്ലല്ലോ. UDF-ന്റെ ആ സംവിധാനത്തിൽ നിങ്ങൾ മന്ത്രിയാകും, ധനുഷ് മന്ത്രിയാകുന്നു, ധനുഷിന് ഇഷ്ടം പോലെ ചെയ്യാം. പിന്നെ ഏതെങ്കിലും ഒരു വീഴ്ച വരുമ്പോഴാണ് അവിടെ പ്രശ്നമാകുന്നത്. ഇവിടെ അങ്ങനെയല്ല, അത് കൃത്യമായിട്ടൊരു സംവിധാനം ഉള്ളതുകൊണ്ട് അത് അവിടെ ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ എൻ്റെ ഒരു ചിന്ത എന്ന് പറയുന്നത്, ഇത്തരം ആളുകളെയൊക്കെ ചിലപ്പോൾ പുനഃസംഘടന വരുമ്പോൾ ശൈലജ മന്ത്രിസഭയിലേക്ക് വരും. പിന്നെ മൊത്തത്തിൽ അങ്ങനെ ഒരു പൊളിച്ചെടുത്ത് വരത്തില്ല. നേരത്തെ പറഞ്ഞ പോലെ മൊത്തത്തിൽ വന്നാൽ നമ്മളൊരു പരാജയമാണെന്ന് നമ്മൾ സമ്മതിക്കുന്ന തരത്തിലായി പോകും. മുഴുവൻ ആളുകളെയും മാറ്റൂ എന്ന് പറഞ്ഞാൽ അത് മറ്റൊരു മെസ്സേജ് ജനത്തിന് കൊടുക്കും, നമ്മൾ പരാജയമാണ് എന്ന്. പല സ്ഥലങ്ങളിലും പാളിച്ചകളുണ്ട്. സംഭവം എന്ന് പറഞ്ഞാൽ മേയറുടെ വിഷയമൊക്കെ ജനങ്ങളുടെ ഇടയിലും നെഗറ്റീവായിട്ട് വളരെ രീതിയിൽ ബാധിച്ചു. അതൊക്കെ ഇനി തിരിച്ചു പിടിക്കണമെങ്കിൽ പാർട്ടിക്ക് അഹോരാത്രം ഒന്നേന്ന് പ്രയത്നിച്ചാൽ മതിയാവത്തുള്ളൂ. അതെ, ഈ 2019 ലോക്സഭാ ഇലക്ഷന് തോറ്റപ്പോൾ അന്ന് കോടിയേരി ബാലകൃഷ്ണനാണ് പാർട്ടി സെക്രട്ടറി. അദ്ദേഹത്തെ പോലെയുള്ള ഒരാളിന്റെ അഭാവം ആ പാർട്ടിയിൽ ഇപ്പോൾ വല്ലാതെ നിഴലിക്കുന്നുണ്ട്. ഗോവിന്ദ ഉണ്ടാക്കുന്ന ഡാമേജ് ചില്ലറയൊന്നും അല്ല. അദ്ദേഹത്തിന് ഗോവിന്ദ മാഷ് എന്ന് പറഞ്ഞാൽ ഈ സൈദ്ധാന്തികനാണല്ലോ. അദ്ദേഹം പാർട്ടി ക്ലാസ്സുകൾ എടുക്കുന്നു. ഈ കുറച്ചുകൂടെ ഈ പ്രാക്ടിക്കലായിട്ട് സൈദ്ധാന്തികനാണെങ്കിൽ ചേട്ടാ ഇൻസ്റ്റാഗ്രാം മൊത്തം ട്രോളന്മാരാണ്. മനസ്സിലാക്കിയോ ചേട്ടാ? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കോടിയേരി ഇരിക്കുന്ന സൈദ്ധാന്തികതയൊന്നും കൊണ്ട് ഈ പുതിയ പിള്ളേരെ നേരിടാനൊന്നും പറ്റില്ല, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഗോവിന്ദ മാഷ് ക്ലാസ് എടുക്കുമ്പോൾ പാർട്ടി അണികളൊക്കെ ഇരിക്കും. അതെ, ഇറങ്ങിപ്പോയാൽ ഇവിടെ ഇരിക്കുക, ക്ലാസ് തീർന്നിട്ടേ പോകാമെന്നൊക്കെ പറഞ്ഞ്. അടിസ്ഥാനപരമായി അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്, നല്ലൊരു കമ്മ്യൂണിസ്റ്റ് ആണ് ഗോവിന്ദ മാഷ്. അങ്ങനെ അഴിമതിയോ അത്തരം പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ പുതിയ കാലത്തിനനുസരിച്ച് അദ്ദേഹത്തിന് മാറാൻ പറ്റുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ അദ്ദേഹമാണ് അതിൻ്റെ എല്ലാം. പാർട്ടി അദ്ദേഹത്തിന്റെ കൈപ്പിടിയിലാണ്. ഇത്തവണ പക്ഷേ അദ്ദേഹത്തിന് അത് പറ്റിയിട്ടില്ല. കോടിയേരി ഇരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ധനുഷ് നേരത്തെ പറഞ്ഞ പോലെ 2019 തെരഞ്ഞെടുപ്പിൽ തോക്കുന്നു. അങ്ങനെ ശബരിമല പ്രശ്നം, അപ്പോൾ ഒരു സർവേ നടത്തിയപ്പോൾ ശബരിമല വിഷയം വല്ലാതെ ബാധിച്ചിട്ടുണ്ടെന്ന് പാർട്ടി മനസ്സിലാക്കുന്നു. അദ്ദേഹം ചെയ്തത് വീടുകൾ തോറും കയറി ഇറങ്ങുന്നു. പാർട്ടി നേതാവ് കോടിയേരി എനിക്ക് ട്രിവാൻഡ്രത്തെ പല വീടുകളും കയറി ഇറങ്ങി. നേരിട്ട് അദ്ദേഹം ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. ഇവിടെ അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം. ശശി തരൂർ ഇവിടെ ജയിച്ചു. ഈ ശശി തരൂർ തീരദേശ മേഖല കൊണ്ടാണ് ജയിച്ചത്. ഈ രാജീവ് ചന്ദ്രശേഖർ ശശി തരൂർ പോയ വഴികളിലെല്ലാം ഇടിച്ചു കയറി അദ്ദേഹം കയറി. പിന്നെ നോക്കിയപ്പോൾ ശശി തരൂരിന് മനസ്സിലായി ഞാൻ തോറ്റുപോകും. അപ്പോൾ അദ്ദേഹം ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഉൾഗ്രാമങ്ങളിലേക്ക് പോയി. അപ്പോൾ കൂടെയുള്ള പാർട്ടിക്കാർ ചോദിച്ചു, സാറ് വേറെ തലയ്ക്ക് വല്ല ഓളം ഉണ്ടോ, ഇങ്ങനെ ചുമ്മാ അവിടെ ഇവിടെയും പോകേണ്ട കാര്യം, അങ്ങ് കയറുവാണ് ഈ ഊട് വഴി കൂടുതൽ. അപ്പോൾ പുള്ളി പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ആ വീട്ടുമുറ്റത്ത് ചെല്ലുമ്പം അവിടുത്തെ ഗൃഹനാഥൻ വരുമ്പോൾ ആ ഭാര്യ വൈകിട്ട് പറയും, തരൂര് സാർ ഇവിടെ വന്നിട്ട് പോയി, ആ വോട്ട് എനിക്ക് കിട്ടും. അദ്ദേഹം അങ്ങനെയാണ്, അദ്ദേഹം ആ മേഖലകൾ എടുത്തു നോക്ക്, അദ്ദേഹം അങ്ങനെ കയറി. അപ്പം ബുദ്ധിയുള്ള ആളുകൾ പെട്ടെന്ന് തിരിച്ചറിവുണ്ടായിട്ട് തിരുത്താൻ നോക്കും. കോടിയേരി അത് അങ്ങനെ ചെയ്തു. അങ്ങനെ ചെയ്തുകൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ അസംബ്ലി ഇലക്ഷൻ അവർക്ക് ജയിക്കാൻ പറ്റും, വളരെ പെട്ടെന്ന് തിരിച്ചു വരാൻ പറ്റും. നമ്മൾ അന്നും എഴുതി തള്ളി, ഇനിയിപ്പോൾ ഒരു തിരിച്ചുവരവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി തള്ളിയാണ്. പക്ഷെ അതിൽ നിന്ന് മാറിയിട്ട് അവർക്ക് പെട്ടെന്ന് തിരിച്ചു വരാൻ പറ്റി. ഇത്തവണയും
അവർക്ക് അങ്ങനെ തിരിച്ചു വരാൻ ആ സംവിധാനം, അവർക്ക് അതിനുള്ള സംവിധാനമുണ്ട്. ഇപ്പോൾ എന്തുകൊണ്ട് തോറ്റു എന്ന് കൃത്യമായി പഠിക്കാനുള്ള സംവിധാനം. കോൺഗ്രസ്സിലാണെങ്കിൽ എന്തുകൊണ്ട് തോറ്റു എന്നുള്ളത് 2014 റിപ്പോർട്ട് പോലും റിപ്പോർട്ട് എഴുതിയ ആൾ ഇപ്പോൾ BJP ചേർന്നതാണ്. മനസ്സിലായില്ലേ? കോൺഗ്രസിൽ ഇപ്പൊ ജയിച്ചപ്പോഴേ തമ്മിൽ ഇവര് പിന്നെ റിപ്പോർട്ട് പഠിക്കാൻ ആളിനെ വെക്കുമല്ലോ, ഇത് തോൽവി പഠിക്കാൻ. ഈ പിന്നിൽ നിന്ന് കുത്തിയവനെ തന്നെ ആയിരിക്കും തോൽവി പഠിക്കാൻ ഏൽപ്പിക്കുന്നത്. ആ ആൾ റിപ്പോർട്ട് എഴുതി വരുമ്പോഴത്തേക്ക് അടുത്ത ഇലക്ഷനും കഴിഞ്ഞ് 15 വർഷം കഴിയും. പക്ഷെ CPM-ൽ അങ്ങനെയല്ല. അപ്പോൾ അതുകൊണ്ട് മന്ത്രിസഭ പുനഃസംഘടന ഉണ്ടാകും. ഒരുപക്ഷെ ശൈലജ ടീച്ചർ മന്ത്രിയാകും. അവരുദ്ദേശിക്കുന്നത് ശൈലജ ടീച്ചറെ വീണ്ടും മന്ത്രിസഭയിൽ എടുത്തുകൊണ്ട് അടുത്ത തവണ, എനിക്ക് തോന്നുന്നത് അടുത്ത തവണ തന്നെ LDF വരുമെന്നാണ്. കാരണം ഈ കോൺഗ്രസ്സുകാർ പണിയെടുക്കണം. ഇത്തവണ ഇത്ര വോട്ട് കിട്ടി, ഒരു ജനങ്ങൾക്ക് താല്പര്യമുണ്ട് ഇവരെ വിജയിപ്പിക്കാൻ, പക്ഷെ അവർക്ക് സ്വയം തോൽക്കാൻ, ഞങ്ങൾക്ക് തോറ്റാൽ മതി, ഞങ്ങളെ തോൽപ്പിക്കുന്നതാണ് അവർ പറയുന്നത്. അപ്പോൾ ഈ നിയമസഭയിൽ ജയിക്കുക എന്ന് പറയുന്നത് വലിയ ടാസ്ക്കാണ്. പ്രത്യേകിച്ച് BJP വലിയ ശക്തിയായിട്ട് ഇവിടെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ അത് വലിയ ടാസ്ക്കാണ്. അപ്പോൾ ശൈലജ ടീച്ചർ ഒരുപക്ഷെ അടുത്ത ടേമിൽ മുഖ്യമന്ത്രിയായി പാർട്ടി ഉയർത്തി കാണിക്കും എന്ന് തന്നെയാണ്. അതിനപ്പുറം വേറൊരു നേതാവ് അല്ലെങ്കിൽ ഗോവിന്ദൻ മാഷിനെ കൊണ്ടുവരണം. ഗോവിന്ദൻ മാഷിനേക്കാൾ ജനകീയ മുഖം എന്ന് പറയുന്നത് ശൈലജ ടീച്ചറാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.